ആൻഡ് ഈസിയായിട്ട് ഒരു മുട്ടച്ചോറായാലോ, അതും പച്ചമുട്ടച്ചോറ് അടിപൊളിയല്ലേ. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഇങ്ങനെ രാവിലെ വർക്കിനോ അല്ലെങ്കിൽ ക്ലാസ്സിനൊക്കെ പോകുന്ന ആൾക്കാരുള്ളപ്പം നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ ടൈമില്ല. അപ്പം പെട്ടെന്ന് ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് റെഡിയാക്കണം. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക, ഇടയ്ക്ക് ടൊമാറ്റോ റൈസോ അല്ലെങ്കിൽ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കിയില്ലേ, ആ ടൈമിൽ നമുക്ക് അതിനേക്കാളും ടേസ്റ്റിൽ അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇത് ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ കുറച്ച് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു പച്ചക്കറികൾ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു റൈസ് ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പ്ലേ സ്കൂളൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ കറീനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വെജിറ്റബിൾ റൈസോ എഗ് റൈസോ ചിക്കൻ റൈസോ അങ്ങനെ ആയിരിക്കുമല്ലോ. നമുക്ക് പാരൻസിന് പെട്ടെന്ന് പണിയും കഴിയും, പക്ഷേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യാം, നല്ല സ്വാദോടെ കഴിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു റൈസാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിച്ചപ്പ്, ഇത്രയും കാര്യങ്ങൾ, മല്ലിച്ചപ്പും പുതിനയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയിൽ ഉപ്പിലിട്ടിട്ട് ആദ്യം പുതിർത്തി വെക്കുക. എന്നിട്ട് അത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് മിക്സിങ് ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം അത് കുറച്ച് ഇത്തിരി ഇട്ടിട്ട് പൊട്ടിക്കുക. അത് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ചെയ്തിട്ടുള്ള പച്ച കളർ മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വാട്ടി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് നന്നായിട്ട് അതിൽ കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മുട്ട 1 or 2 നമുക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ആവശ്യം നോക്കിയിട്ട് ഉപ്പും കുരുമുളക് വേണമെങ്കിൽ അതിൻ്റെ എരിവ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് വേറെ പണിയൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂട് ചോറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി, കഴിഞ്ഞ്. ഇത്ര എളുപ്പമാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് വേറെ കറികളൊന്നും വേണ്ട. ഞാനിവിടെ കുറച്ച് അച്ചാറും പിന്നെ ഉപ്പേരിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ റൈസ് മാത്രമായിട്ട് കഴിക്കാം. അത്ര അടിപൊളിയാണ്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ.